ഞാൻ വിചാരിക്കുന്ന ചേട്ടൻ്റെ ഒരു കാര്യമാണ്. ആദ്യത്തെ ഇതിലൊരു കൊച്ചുണ്ട്, രണ്ടാമത്തെ ഇതിലൊരു കൊച്ചുണ്ട്, മൂന്നാമത്തേലും കൊച്ചാകും. മൂന്നാമത്തെ എന്തെങ്കിലും അങ്ങനെ കണക്ഷൻ ഉള്ളതായിട്ട് അങ്ങനെ അറിഞ്ഞു. കണക്ഷൻ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ, കണക്ഷൻ ഉള്ളതുകൊണ്ടല്ലേ രണ്ടാമത്തെ പോയത്. പക്ഷെ ഒരു സമയത്ത് ചേച്ചിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, പുള്ളിക്കാരനെ വെച്ച് എല്ലാരും ഇങ്ങനെ ചേച്ചിയാണ് മോശം, ബെസ്റ്റ് ഡ്രൈവറിന്റെ കൂടെ പോയെന്ന്. പക്ഷെ ആ ഒരു ഒറ്റ വീഡിയോക്ക് ശേഷം അങ്ങനെ പറയാനുള്ളത് എന്റെ രണ്ടാമത്തെ ഹസ്ബൻഡ് രണ്ടാമത്തെ കല്യാണം കഴിച്ചിട്ട് അതും ഡിവോഴ്സ് ആയി. അതാണ് എന്റെ മറ്റേ ട്രോളി പറയുന്നുള്ളൂ, അത് നിന്റെ വിജയാണ് അത്. പക്ഷെ എന്തൊക്കെ പറയാൻ നമ്മൾ ആ ഒരു പുള്ളിക്കാരിയുടെ ഒരു മാനസികാവസ്ഥയും കൂടെ. പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് തന്നെ ഹാപ്പി ആയിട്ടാണ് അയാൾ മാറി ഒഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനത്തെ ഒരു അവരുടെ ഫാമിലി ആയാലും അങ്ങനെ തന്നെ വിചാരിക്കും. അവരെല്ലാരും ഹാപ്പി ആയിട്ട്. കാരണം ഇത്ര ഒരു കള്ളത്തരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും ഒരു ഹാപ്പി ആയി. കാരണം അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക്. കാരണം ഞാൻ പോയപ്പോ ഞാൻ ഒളിച്ചോടി പോയെന്നാണ് അവരുടെ വീട്ടുകാർ പറഞ്ഞത്. ഇപ്പൊ ഇവള് പോകുമ്പോഴും ഒളിച്ചോടി എന്നല്ലേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം അത് പബ്ലിക് ആയതുകൊണ്ട് അത്യാവശ്യം ന്യൂസിലും ട്രോളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് രണ്ടാമത് കല്യാണം കഴിച്ച്, ഞാനും എന്റെ എക്സ് ഹസ്ബൻഡിന്റെ വൈഫായിട്ട് കൊളാബറേഷൻ ഒക്കെ ചെയ്തു. അയ്യോ, ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആൾക്കാർ സെക്കൻഡ് മാരേജ് ചെയ്യാറുണ്ട്. പക്ഷെ സെക്കൻഡ് മാരേജ് ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഒരു പ്രശ്നം. അതാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും കുറെ ആൾക്കാർ രണ്ടാമത് വിവാഹം കഴിക്കുന്നവരുണ്ട്, അതിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഒരു മാരേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു റിലേഷനിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ കോമൻസും അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ പ്രശ്നം തോന്നിയിട്ടുണ്ട്. അത് എന്താ പറയാ, അത് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ചൊറിഞ്ഞോണ്ടിരിക്കുമല്ലോ. അങ്ങനെ റിലേറ്റീവ്സ് അങ്ങനെ ആരും ചൊറിയുന്ന റിലേറ്റീവ്സ് ഞങ്ങളുടെ ചെറുതായിട്ടൊക്കെ എന്റെ അല്ല ഇവിടുന്ന് ചെറുതായിട്ട് എന്നെ കാണുമ്പോ നിന്നെ ഞാൻ വീട്ടിലേക്ക് കേട്ടത്തില്ലാടി എന്നൊക്കെ പറയും. ഞാൻ പണി നോക്കാൻ പറയും, ഞാൻ ആരാ വീട്ടിലേക്ക് വരുന്നു എന്നൊക്കെ പറയും. അത്രേ ഉള്ളൂ. ഞങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ട് ഇവന്റെ ഒരു ആന്റി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയി പണി നോക്കി പെണ്ണുമ്പുള്ളേന്ന് തന്നെ ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് ഞാൻ പറട്ടെ, ഞങ്ങളുടെ റിലേഷൻ ആയത് ഞാൻ ഇവരുടെ റിലേറ്റീവിന് ഇവന്റെ അമ്മേനെയോ ഇവന്റെ ആരെയും കണ്ടിട്ടല്ല ഞങ്ങളെ റിലേഷൻ ആയത്. അതെ, അതുള്ളത് പറഞ്ഞല്ലോ. ഞാൻ ഇവന് എന്നെ നോക്കാന്ന് പറഞ്ഞ് എന്നെ നോക്കുന്നുണ്ട്. സോ ഞാൻ എനിക്ക് ഇവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? ഇവര് ബന്ധുക്കാരൊക്കെ പോയി പണി നോക്കട്ടെ. പക്ഷെ ഇവര് ബന്ധുക്കാരെ എന്നെ പ്രൊമോഷൻ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം വില ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ വിളിക്കുന്നത്. രണ്ടുപേരും വിളിച്ചിട്ട് പ്രൊമോഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ടോ? റീലും ഫോട്ടോഷൂട്ട് ഒന്നും വേണ്ട? ഉണ്ട്, പറ, തുറന്നു പറ. ഇത് ഞാൻ ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ ആ തുറന്ന് അവന്റെ അടുത്ത് പറയും, ഇവിടെ പറഞ്ഞു സംസാരിക്കും, ഞാൻ ഇവിടെ വഴക്കുണ്ടോന്ന് അറിയാമോ? നിങ്ങൾ എല്ലാരും അറിയണം, ഈ മനുഷ്യൻ എന്റെ അടുത്ത് പറയും വേണ്ട അതൊന്നും വേണ്ട, ഒന്ന് പോ അവിടെ നിന്ന്. ദേഷ്യപ്പെടും എന്റെ അടുത്ത് പബ്ലിക്കായിട്ടൊക്കെ വന്നിട്ട്. ഇപ്പൊ ഉണ്ടല്ലോ ആ വീഡിയോയില്ലേ കൊളാബറേറ്റ് ചെയ്യും. സത്യം ഞാൻ മിക്ക മെജോറിറ്റി ആവുമ്പോഴേ എന്നോട് കഴിഞ്ഞ ദിവസം പാർക്കിട്ട് പറയണേ, എന്റെ തല ഉള്ളതുകൊണ്ട് എനിക്ക് ഇത്ര റീച്ച് കിട്ടിയെന്ന്.